തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് മാളിൽ SFI പ്രവർത്തകർ പോലീസുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രമേയ അവതരണത്തിൽ തർക്കം. പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കുന്നതിനെ എതിർത്ത് ഔദ്യോഗിക പക്ഷം രംഗത്ത് വന്നു. തർക്കത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ജിബിൻ JB വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജിബിൻ, സമാനമായ രീതിയിൽ മറ്റ് ചില ജില്ലകളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ കണ്ടതാണ്, ഇടുക്കിയിൽ ഉൾപ്പെടെ. എന്താണ് തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ സംഭവിച്ചത്? ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെടുമങ്ങാട് നടന്ന റൂറൽ പോലീസ് സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടാകുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ഈ ഷോപ്പിംഗ് മാളിൽ വെച്ച് പോലീസ് CPO ആയ മിഥുന മർദ്ദനമേറ്റ സംഭവത്തിൽ മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. പക്ഷേ മിഥുനെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ CPO മിഥുനെ അനുകൂലിക്കുന്ന പക്ഷക്കാരാണ് മിഥുനെ അനുകൂലിക്കുന്ന തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. പക്ഷേ ഈ പ്രമേയം അവതരിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് ഔദ്യോഗിക പക്ഷം കൂടി രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് അവിടെ ഒരു തർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ ഔദ്യോഗിക പക്ഷം പറയുന്നത് ഈ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ അതിന് മുൻകൂട്ടി ഈ പ്രമേയം ഇതാണ് വിഷയമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ ഔദ്യോഗിക പക്ഷത്ത് നിന്ന് ഒരു അനുവാദം വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രമേയം അവതരിപ്പിക്കാനായി എത്തിയിരുന്നവർ അത്തരത്തിലൊരു നീക്കം നേരത്തെ നടത്തിയിരുന്നില്ല എന്നാണ് ഈ ഔദ്യോഗിക പക്ഷം നൽകുന്ന വിശദീകരണം. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇടുക്കിയിലും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും നടന്ന സമാന രീതിയിലുള്ള ആ ഒരു തർക്കം തന്നെയാണ് ഈ നെടുമങ്ങാട് റൂറൽ സമ്മേളനത്തിനും ഉണ്ടായിരിക്കുന്നത്. പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റൂറൽ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഒക്കെ നടന്നു വരികയാണ്. ഇനിയും പല ജില്ലകളിലും പല റൂറൽ മേഖലകളിലും സമ്മേളനങ്ങൾ നടക്കാനുമിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം തന്നെ ഈ സമാന രീതിയിലുള്ള തർക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. കാരണം ഈ പോലീസിൽ തന്നെ രണ്ട് വിഭാഗമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ഈ മിഥുനെ അനുകൂലിച്ച് കൊണ്ട് ഒരു വിഭാഗം എല്ലായിടത്തും രംഗത്തെത്തുന്നുണ്ട്. കാരണം അവർ പ്രധാനമായും പറയുന്നത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. പക്ഷേ മർദ്ദനമേറ്റ പോലീസുകാരന്റെ ഭാഗം പോലും കേൾക്കാൻ തയ്യാറാകാതെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് CPO മിഥുൻ റോയിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഥുനെ അനുകൂലിച്ചുകൊണ്ട് എല്ലായിടത്തും ഒരു പ്രമേയം അവതരിപ്പിക്കണമെന്നുള്ളതാണ് ഈ മിഥുനെ അനുകൂലിക്കുന്ന പക്ഷക്കാരുടെ ആവശ്യം. ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.